നമ്മൾ LP-UP പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികളാണ് പരിചയപ്പെടുന്നത്. അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കാനും ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമായി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് അംഗൻ ജ്യോതി പദ്ധതി. അപ്പോൾ അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കാനും ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് അംഗൻ ജ്യോതി പദ്ധതി. കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇനി ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സഹകരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാതരംഗിണി. ഓൺലൈൻ പഠനത്തിന് വേണ്ടി വിദ്യാർത്ഥികളെ സഹായിക്കാൻ പലിശരഹിത വായ്പ ലഭ്യമാക്കുന്നത് സഹകരണ വകുപ്പ് ആണ്. അതിൻ്റെ പദ്ധതിയാണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ. അപ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിക്ടേഴ്സിൽ ആരംഭിച്ച പരിപാടിയാണ് കിളിക്കൊഞ്ചൽ. അടുത്തത് പ്രായോഗിക പ്രവർത്തനത്തിലൂടെയും വിശകലനത്തിലൂടെയും കുട്ടികളിൽ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് KDISC ആരംഭിച്ച പ്രവൃത്തി അധിഷ്ഠിത ശാസ്ത്ര പഠന പദ്ധതിയാണ് മഴവില്ല്. ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് KDISC ആണ്. പ്രായോഗിക പ്രവർത്തനത്തിലൂടെയും വിശകലനത്തിലൂടെയും ശാസ്ത്ര പഠനം കുട്ടികൾക്ക് സാധ്യമാക്കുന്ന പദ്ധതിയാണ് മഴവില്ല്. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. അക്കാദമിക മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുമുള്ള പദ്ധതിയാണ് സഹിതം പദ്ധതി. അടുത്തത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ അധ്യയന വർഷം നഷ്ടമാവാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള ആരംഭിച്ച പദ്ധതിയാണ് വൈറ്റ് ബോർഡ്. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കാണ്. അവരുടെ അധ്യയന വർഷം നഷ്ടമാവാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള ആരംഭിക്കുന്ന പദ്ധതിയാണ് വൈറ്റ് ബോർഡ് പദ്ധതി. ഇനി മത്സ്യഫെഡ് KSFE-യുമായിട്ട് ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രതിഭാ തീരം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മത്സ്യഫെഡും KSFE-യുമായിട്ട് ചേർന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ പഠന പദ്ധതിയായ പ്രതിഭാ തീരം ഒരുക്കുന്നത്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി നിലവിലുണ്ടായിരുന്ന ഗോത്രസാരഥി പദ്ധതിയുടെ പേര് മാറ്റിയിട്ടുണ്ട്. പുതിയ പേര് വിദ്യാവാഹിനി എന്നാണ്. അപ്പോൾ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്ന് സ്കൂളിലേക്ക് പോയി വരാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. ഇതിൻ്റെ പേര് മാറ്റി വിദ്യാവാഹിനി എന്നാക്കി. രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരള ആരംഭിച്ച പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം. ഇവിടെ രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടിയാണ് കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാൻ വീട് ഒരു വിദ്യാലയം പദ്ധതി സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്നത്. അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം പദ്ധതി. അപ്പോൾ അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം പദ്ധതി. 5 വയസ്സ് പൂർത്തിയായ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളുടെയും 1-ാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രജ്യോതി പദ്ധതി. അപ്പോൾ 5 വയസ്സ് പൂർത്തിയായിട്ടുള്ള മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളെയും 1-ാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗോത്രജ്യോതി പദ്ധതി. നമ്മുടെ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ പഠനത്തിന് സഹായിക്കാനായിട്ട് SIET-യും ദൂരദർശനുമായിട്ട് ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു പൂട്ടാത്ത പാഠശാല. ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാനായിട്ട് SIET-യും ദൂരദർശനും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് പൂട്ടാത്ത പാഠശാല. ഇനി അമ്മമാർക്ക് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അമ്മ അറിയാൻ. 2022-ലാണ് അമ്മ അറിയാൻ പദ്ധതി ആരംഭിച്ചത്. 3 ലക്ഷം അമ്മമാർക്കാണ് ഈ പദ്ധതിയിലൂടെ പരിശീലനം നൽകിയത്. അപ്പോൾ കൈറ്റ്സ് യൂണിറ്റ് വഴിയാണ് അമ്മമാർക്ക് സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് അമ്മ അറിയാൻ. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉണർവ് പദ്ധതി. ഇത് സ്കൂളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എക്സൈസ് വകുപ്പിൻ്റെ കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിലാണ് ഉണർവ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വിദ്യാഭ്യാസ പദ്ധതികളാണ് നമ്മൾ നോക്കിയത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്